ഹായ് ഫ്രണ്ട്സ്, അസാക്സുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഇഞ്ചിക്കറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരെല്ലാവരും ഒന്ന് കയറി കാണണേ. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ കമൻറ്റിൻ്റെ കൂട്ടത്തിലും പിൻ ചെയ്ത് ഇട്ടേക്കാവേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ. അതുപോലെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. നമ്മൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, ഓണസദ്യ അല്ലെങ്കിൽ സദ്യ ഏതും ആയിക്കോട്ടെ, അതിൽ നമ്മൾ ആദ്യം ഇല വിളമ്പുന്ന കറി ഏതാണെന്ന് വെച്ചാൽ അത് ഇഞ്ചിക്കറിയാണ്. രണ്ടാമത്തെ വിഭവം നാരങ്ങാക്കറിയാണ്. നാരങ്ങാക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാരങ്ങാക്കറി വെക്കുന്ന എല്ലാം ചെറുനാരങ്ങ ഉണ്ടാ അല്ലേ. നമ്മൾ പക്ഷേ സദ്യക്ക് നാരങ്ങാക്കറി വെക്കുന്നത് കറുനാരങ്ങ ഉണ്ടാ. ഇപ്പം ചെറുനാരങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറുനാരങ്ങ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. കറുനാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഈ വലിയ നാരങ്ങയില്ലേ, വടുകപ്പുളി നാരങ്ങ എന്നൊക്കെ ചിലയിടത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ആ നാരങ്ങയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ നാരങ്ങ. ഈ നാരങ്ങ ഇതുകൊണ്ടാണ് നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ രണ്ടാമത്തെ വിഭവമായ നാരങ്ങാക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാരങ്ങാക്കറി വെക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ നാരങ്ങയൊന്ന് അരിഞ്ഞെടുക്കണേ. കുരുവെല്ലാം കളഞ്ഞ്. ഞാൻ ഈ നാരങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തൊലി നൈസായിട്ടൊന്ന് ചെത്തിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ നാരങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിഴിപുളി. ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി വേണം, കായപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം. പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. അത്രയാണ് നമുക്ക് ഈ നാരങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഈ നാരങ്ങയൊന്ന് അരിഞ്ഞെടുക്കാവേ. നാരങ്ങയുടെ തൊലി അങ്ങനെ എല്ലാവരും ചെത്താറില്ല കേട്ടോ. ഞാൻ നാരങ്ങയുടെ തൊലി ചെത്തി എടുക്കുന്നതേ കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. നാരങ്ങയുടെ തൊലി ചെത്തി കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ആ തൊലി അങ്ങ് ചെത്തിക്കളയും. പക്ഷെ എല്ലാവരും ഒന്നും തൊലി ചെത്തി കളയാറില്ല. ഞാൻ പക്ഷേ വിനാഗിരി ചേർക്കാറില്ല നാരങ്ങാക്കറിക്കകത്തെ. അപ്പം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊലി അങ്ങ് ചെത്തിക്കളയുന്നതാണ്. നിങ്ങൾക്ക് തൊലി വെച്ചാൽ എടുക്കണ്ടേന്നുണ്ടെങ്കിൽ തൊലി വെച്ച് നാരങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നാരങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു നാരങ്ങ അരിഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാരങ്ങ തൊലി ചെത്തി അരിഞ്ഞെടുത്തത്. അത് കഴിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ തൊലി ചെത്തി അരിഞ്ഞെടുത്തത്. തൊലി ഉണ്ടെങ്കിലും വലിയ കയ്പ്പ് വരത്തില്ല. ഞാൻ വിനാഗിരി ഒന്നും ചേർക്കാത്ത കാരണം കയ്പ്പിന് വന്നാലോ വരണ്ടാന്ന് കരുതി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഈ തൊലി വെച്ച് അച്ചാർ വെക്കേണ്ടവർക്ക് അങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ്. അപ്പം ഞാൻ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോകും. ഇനി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കും. അത് ഈ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുവാണ്. ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർക്കും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണേ. 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഒന്ന് അടച്ചു വെക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ എടുക്കുകയാണെങ്കിൽ അച്ചാർ അധികം നാൾ കേടുകൂടാതിരിക്കും. അല്ലെങ്കിൽ അധികം നാൾ ഇരിക്കത്തില്ല, അത് പെട്ടെന്ന് കേടായി പോവേ. അപ്പം ഞാൻ നല്ലെണ്ണ എടുക്കുന്നത്. ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുവാണേ. അതുപോലെ തന്നെ ഇഞ്ചിയും ചേർക്കും. ചെറിയ സ്വല്പം നീളത്തിലാണ് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. പച്ചമുളക് കുറച്ച് ഒരു 5-10 പച്ചമുളക് കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക.
അത് നന്നായിട്ട് വെള്ളം പറ്റി ഒന്ന് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇലയൊക്കെ വെള്ളം പറ്റി അതൊന്ന് വഴന്ന് വരട്ടെ. ഞാൻ 2 കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇലയും പച്ചമുളകിലെയും അതിനൊക്കെ വെളുത്തുള്ളിയിലെയൊക്കെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഈ പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മളവിടെ പുളി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരട്ടെ. ചേർത്ത് കഴിയുമ്പോഴേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും പുളി ചേർത്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. വിനാഗിരിക്ക് പകരം കേട്ടോ നമ്മൾ ഈ പുളി ചേർക്കുന്നത്. പുളി ചേർത്തെന്ന് വെച്ചിട്ട് ഈ നാരങ്ങാക്കറി കേടാകത്തൊന്നുമില്ല, കേടുകൂടാതിരുന്നോളും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുക പോലും വേണ്ട, വെളിയിൽ വെച്ചിരുന്നാൽ മതി, കേടാകത്തില്ല. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. തിളച്ച പുളിയും അതും കൂടെ ചേർന്നൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് നാറി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ നാരങ്ങ അവിടെ എല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്ന് ആറി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ആ വഴറ്റി വെച്ചിരുന്ന് നല്ല വൃത്തിയായിട്ട് തണുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ നാരങ്ങ എല്ലാം കൂടെ പുരട്ടി വെച്ചിട്ടില്ലേ, അതിലോട്ടൊന്ന് ചേർത്ത് ഇളക്കാവേ. അതൊരു അരമണിക്കൂറായി ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അത് തണുക്കുകയും ചെയ്തു. തണുക്കാതെ ചൂടോടുകൂടി നമ്മൾ നാരങ്ങ ഇതിലോട്ട് ചേർക്കുവാണെങ്കിലേ നാരങ്ങക്കറിക്ക് കയ്പ്പ് വരും. അത് കാരണം നമ്മൾ നാരങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വഴറ്റും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രമേ ഈ നാരങ്ങ ചേർക്കാവുള്ളേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി ഒത്തിരി ചാറില്ലാതെ കുറുകിയ പരുവത്തിനാണ് നമ്മൾ കറി എടുത്തിരിക്കുന്നത്. ഒരു തുള്ളി പോലും കഴിക്കത്തില്ല കേട്ടോ. ഇച്ചിരി പോലും കയ്പില്ലാത്ത നല്ല ഒന്നന്തരം നാരങ്ങാക്കറിയാണേ. വിനാഗിരി ചേർക്കാതെ തന്നെ നല്ല കയ്പില്ലാത്ത നാരങ്ങാക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കേടാകത്തുമില്ല. ഒരു 5-6 മാസം ഇത് കേടാകാതിരുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ചെറിയ കരനാരങ്ങ എടുത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഉണ്ടാക്കിയാലും ഇത് എത്ര നാൾ വേണമെങ്കിലും ഒരു 6 മാസം നമുക്ക് കേടുകൂടാതിരിക്കുന്നുള്ളതിന് ഉറപ്പാണ് കേട്ടോ. നമുക്ക് വെളിയിലോട്ടൊക്കെ കൊടുത്തു വിടുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ നാരങ്ങ കൊണ്ട് ഇങ്ങനെ കറി വെച്ചാൽ കേടാകത്തില്ല, കയ്പും കാണത്തില്ല. അപ്പോൾ നമ്മുടെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ ഓണസദ്യയുടെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മാസം ചീത്തയാകാതിരിക്കും ഉറപ്പ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ഓണസദ്യക്ക് വിളമ്പാനുള്ള നാരങ്ങാക്കറിയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവം. അപ്പോൾ ഇലക്കകത്ത് വിളമ്പുന്ന 2ാമത്തെ ഓണവിഭവം നാരങ്ങാക്കറി. ഇനി നാളെ മാങ്ങാക്കറിയുടെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ശരി, നാളെ കാണാം.